ആരും ചാടല്ലേ ആരും ചാടല്ലേ അനങ്ങല്ലേ ആരും ഫ്രണ്ട് വരല്ലേ പിണറായി വിജയൻ വി ഡി സതീശൻ കൂടിക്കാഴ്ച ശരി ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന പറയുന്നത് തിരിച്ചിറങ്ങുമ്പോ ഒന്ന് ഞാൻ എന്റെ ഭയങ്കര ക്രൂസ് ഫാമിലിയാണ്. ഇത് പഴയ വത്സല അല്ലേ? ഹലോ ടെൻത്തിലേക്ക് ആയിപ്പോലെ CBSE ആണ്. എവിടെയാണ്? ഞാൻ 4ാം സർവോദയാണ്. ക്ലാസ് നേരത്തെ മനസ്സിലായി. എനിക്ക് മറ്റേ ഈ എന്റെ ഇഷ്യൂ ഉണ്ട്, ചൂടെപ്പോഴും വേണം. ജീവനുണ്ടല്ലോ വെള്ളം. ഗ്യാസ് വന്നില്ലേ? ഇന്നലെ പോയത് ഞാൻ വിളിച്ചത് കിട്ടിയില്ല. ഇന്നലെ ഞാൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. അവിടെ അല്ലേ? കോഴിക്കോട് ജില്ല അല്ലേ? വേണ്ട, ഞാൻ ഷുഗർ ഉപയോഗിക്കുന്നു. 25 കൊല്ലോട്ട് ഉപയോഗിക്കുന്നു. ശ്രദ്ധ പിന്നെ ഫോൺ ചെയ്യണത് തന്നെ രാവിലെ ഒരു 5 മണിക്ക് പറയുന്നതല്ലേ, രാത്രി 12 മണിക്ക് ഗൾഫ് വരെയൊക്കെ രാത്രി വിളിക്കുന്നു. ഇതിന് കുറച്ച് കൺട്രോൾ ചെയ്യണം. ഞാൻ സീവന് നല്ല ചിട്ടകളാണ്. എനിക്കതില്ല. ഞാൻ ഭക്ഷണം പകുതി കഴിക്കുന്നു. പകുതി രണ്ടുപേരും കൂടെ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു കൗതുകമുള്ള രാഷ്ട്രീയ കാഴ്ചയാണല്ലോ. ഞങ്ങളിവിടെ നിന്ന് പറയായിരുന്നു, പരസ്പരം സഭയ്ക്കകത്ത് പലതരത്തിൽ പോരടിച്ച ആളുകൾ വളരെ സൗഹാർദ്ദമായി കൈകോർത്തകത്തേക്ക് പോകുന്ന നല്ലൊരു മനോഹര കാഴ്ചയായിരുന്നു. മാത്രമല്ല രണ്ടുപേരും സീറ്റ് മാറി അപ്പുറപ്പുറമായിട്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ഇനി എങ്ങനെയായിരിക്കും? ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട ദൌത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചു. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചോ നല്ലത്? അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും.